കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്തെ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? സംഗതി നിങ്ങൾ ഞെട്ടിയില്ലേ? ഞെട്ട് മനുഷ്യന്മാരേത്. കാരണം എന്താ, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വലിയൊരു ചോദ്യമാണ് ചേച്ചി ഇങ്ങനെ ഓവർ കോൺഫിഡൻസിൽ നിന്ന് ചോദിക്കുന്നത്. എന്താലേ, ഇവിടെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കണ കുഞ്ഞിനെ വിളിച്ചിട്ട് മോനെ ഇസ്ലാമിൽ എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്, കഴിക്കാൻ പറ്റുന്നത്, ഇത് കൃത്യമായിട്ട് ആ കുഞ്ഞ് പറഞ്ഞുതരൂലേ? എനിക്ക് തോന്നുന്നു ചേച്ചി മദ്രസയിലൊക്കെ പഠിച്ചെന്നാണ് പറയണത്. പക്ഷേ ആ 3ാം ക്ലാസ്സിൽ ഈ വിഷയം എടുത്തപ്പോൾ ചേച്ചി എവിടെയായിരുന്നു അല്ലേ? പ്ലീസ് ആൻസർ മീ, എനിക്കറിയണം ചേച്ചി എവിടെയായിരുന്നു? ഒരശരീരയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. ശരീരി പറഞ്ഞതൊന്നും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല. പക്ഷേ എവിടെയായിരുന്നു ചേച്ചി ആ പാഠം എടുത്തപ്പോൾ? എവിടെയായിരുന്നു ചേച്ചി? എനിക്കതറിയണം, എനിക്ക് അറിഞ്ഞിട്ട് ബാക്കി പരിപാടിയുള്ളൂ. ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. തലതല്ലിച്ചാവുന്ന മീനോ? അതെന്ത് മീനാണ്? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് ചേച്ചി ഗുരുവായൂർ അമ്പലത്തിലെ ഈ ഹൈന്ദവരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പോയൊരു പോക്കുണ്ട്. പക്ഷേ അവർ തിരിച്ചറിഞ്ഞ് ചേച്ചീനെ പഞ്ഞിക്കിടാൻ വേണ്ടി ഓടിച്ചിട്ടപ്പോൾ ചേച്ചിക്ക് തോന്നിയൊരു തോന്നലുണ്ട്, ഗുരുവായൂർ അമ്പല നടയിൽ തലതല്ലിച്ചത്താരോന്ന്. സംഗതി അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രേരണ ഇവിടെ കൊണ്ടുവന്ന് ചേച്ചി പ്രയോഗിക്കുകയാണ്. സംഗതി നിങ്ങൾക്ക് പിടികിട്ടില്ലേ? സംഗതി പുറത്തെടുക്കുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനല്ലേ നിങ്ങളെ കെട്ടത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ചേച്ചി വെട്ടാതെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചത്. ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ. ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊയ്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? എന്താണല്ലേ ഇപ്പൊ എന്ത് വന്നാലും പാവം കുറെ മൊയ്യന്മാരുണ്ട്. ഈ മൊയ്യന്മാരുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തേനെന്നാണ് ഞാൻ ആലോചിക്കണോ. വയ്യ, ഇരിക്കട്ടെ. പിന്നെ ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജസ്ന ചേച്ചിയെ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ട് കുറച്ചായുള്ളൂ എന്നല്ലേ ചേച്ചിയുടെ അഭിപ്രായം? അപ്പം ചേച്ചി ഇത്ര നാൾ മീൻ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, കാരണം ഇസ്ലാമിലും മീൻ കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ചേച്ചി മീൻ കഴിച്ചായിരുന്നോ? അതിൽ പിന്നെ ശരി, ചാളയില്ല, അയലയില്ല, കരിമീനില്ല, ചെമ്പലിയില്ല, ഒന്നുമില്ല. അമ്മ സത്യം, അമ്മ സത്യം, അമ്മ സത്യം, അമ്മ സത്യം. പാവം ഒന്നും കഴിച്ചിട്ടില്ല, മത്സ്യം തൊട്ടിട്ട് പോലുമില്ല. എന്നിട്ട് മൊയ്ലിയന്മാർ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നൊരവസ്ഥയെ. എൻ്റെ പൊന്ന് പെണ്ണുപിള്ളേ, ഇത് മോശമായ വാക്കല്ല കേട്ടോ. കാരണം പിള്ള എന്ന് പറഞ്ഞാൽ